Guys, ഇതിന്റെ വൈകാസ് ഇതിന്റെ പേരൊക്കെ പറയും വൈകാസ് വേണ്ടിട്ട് നമ്മുടെ ഇല്ലേ നമ്മുടെ ലോബിയില് ഷോക്ക് ലോബി ഇടാൻ പോലെ കളർ കളർ ബ്ലാക്ക് പെപ്പറുണ്ട് എടുത്ത് അതുകൊണ്ട് വണ്ടി നമ്മൾ തിരിച്ചു വണ്ടിയാണ് റെഡ് അടിക്കത്തേ ഇതിനെ കൊണ്ട് റെഡ് അടിപ്പിക്കത്തേ വണ്ടി കളർ വഴി എന്നിട്ട് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും ശതമാനം മാത്രം മനസ്സാക്കി ഈ വലിയ
അതുപോലെയുള്ള തുടർ നടപടികളെ കുറിച്ച് मेरे लिए कुछ काम हो तो बताओ बेटा, आज बहुत बोर हो रहा हूँ। നമ്മളെല്ലാവരും തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ 1% പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ 1% ഞാൻ പ്രതീക്ഷിച്ചെന്താ എന്നുള്ള ഒരു ഉത്തരം കിട്ടിയപ്പോൾ അതിൽ ചോദ്യമല്ല ഇരിക്കുന്നത്. സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാനും നമ്മുടെ കേസാക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള അത് കൂടാതെ താല്പര്യമുണ്ട് ഒരു പ്രത്യേകത അവർക്ക് ഇപ്പോൾ ഒരു കാലത്തിൽ പല ഒന്നാമത് അതായത് ഈ നടത്തിയാണ് അവിടെ വൈരാഗ്യം തോന്നുന്ന ആളുകളാണ് അപ്പോൾ ഉണ്ടാവും ഇപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു പണിയും ഈ ഒന്നാം ഇതുപോലെ ഒരു കുട്ടികൾ പട്ടയത്തിൽ ജനാധിപത്യ നടത്താം മനസ്സുമായി തനിക്ക് ഇപ്പോൾ അവർക്ക് മറ്റൊന്നും അത്
വളർത്തുന്നത് എന്നാണ് പറഞ്ഞത്. അന്ന് വളർത്തുണ്ടായിരുന്നില്ല. മഞ്ജുവാനിയുടെ എന്ന കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെട്ടു എന്ന കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ദിലീപ് അവിടെ പറഞ്ഞത് വാർത്തകൾ വളർത്തിരിക്കണമെന്നാണ്. അതുപോലെ ദിലീപിന് ഈ കുറ്റകൃത്യത്തിലുള്ള പങ്കാളിത്തം ബോധ്യപ്പെടുന്നുവെന്നാണ് കോടതിയിൽ പറഞ്ഞത്. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ മുൻകൂട്ടി ഇതിന് വാക്കുസമം നേരിടുന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. അത് 17-ാം തീയതി, അതായത് നേതൃത്വം സ്വന്തം മൊബൈൽ ഫോൺ അകാരണമായി ഉറപ്പിച്ചു. സാധാരണ 40-50 ഫോണുകൾ ദിലീപ് ആ ഫോണിൽ നിന്ന് ചെയ്യാറുണ്ട്. ആ ദിവസം ഫോണിൽ ഉണ്ടായിട്ടില്ല. അതേസമയം കൂട്ടാളികളുടെ ഫോണിൽ നിന്ന് ദിലീപ് സംസാരിച്ചതായി പിന്നീട് അന്വേഷണത്തിലൂടെ വെളിപ്പെട്ടു. അതിന്റെ നവകൃത്യങ്ങളും കോടതിയിലേക്ക് മറ്റ് തെളിവുകളും കോടതിയിൽ ഹാജരാക്കി. ഈ ദിവസം അതിന് അങ്ങനെ നിരവധി കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ സംഘത്തിന് അറിയിക്കാനും മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് സംഭവത്തിലോ തന്റെ മനസ്സിലാക്കുന്നതായിരുന്നാണ് കോടതിയിൽ
അവരുടെ പ്രവർത്തനത്തിൽ ഒരുപാട് കോൺസെപ്റ്റുമായി ഒരുപാട് ഗുണങ്ങൾ കടത്തിക്കൊണ്ട് വന്നു. പ്രധാനപ്പെട്ട കാര്യം കോടതി കണ്ടെത്തി. ഇനി അറിയേണ്ടത് കോടതി ഉത്തരവിൽ എന്തൊക്കെ പരാമർശങ്ങളുണ്ട് എന്നുള്ളത്. കാരണം പ്രോസിക്യൂഷനും കോടതിയും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ തമ്മിൽ കഴിഞ്ഞ കുറേ വാർത്തകൾ കുറെ വർഷങ്ങൾ വലിയ ഏറ്റുമുട്ടലുകൾ കണ്ടതാണ്. കാരണം ഈ കോടതിയിലൊക്കെ ചെല്ലുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിരാശരായി പുറത്തേക്ക് റോഡിൽ വളർച്ചത്തിന് നമ്മളോട് ദുഃഖത്തോടുകൂടി സംസാരിക്കുമെന്ന് പറയുന്നത് പലപ്പോഴും കണ്ടുള്ളതാണ്. സാഹചര്യത്തിൽ പ്രോസിക്യൂഷനെ കുറിച്ച്, അന്വേഷണ സംഘത്തെ കുറിച്ച്, അന്വേഷണ സംഘത്തിന്റെ തെളിവ് ശേഖരണത്തെ കുറിച്ച്, അന്വേഷണ സംഘ പ്രതിയാക്കിയതിനെ കുറിച്ച് അതിനൊക്കെ തന്നെ കോടതിയുടെ നിരീക്ഷണം എന്താണ്, കോടതി എന്താണ് പറയാൻ പോകുന്നത് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ്ട് 2000 പേജുകൾ വരുന്ന ഉത്തരവാണ് വരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2000 പേജുള്ള ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഒപ്പോഴും അതിനുശേഷമായിരിക്കും പ്രതികളൊക്കെ തന്നെ റിമാൻഡ് ചെയ്ത് ഇതിലേക്കയറ്റി അതിനുശേഷമായിരിക്കും ഈ 12-ാം തീയതി സുപ്രധാനമായ വെടിപ്പുറത്താം ഉണ്ടാവുമായിരിക്കും. ഉത്തരവ് ഇത് ന്യായം സ്വാഭാവികമായും ഈ ശിക്ഷാ പ്രഖ്യാപനത്തിന് ശേഷമേ പുറത്ത് വരാൻ ഇടയുള്ളതാണ്. ഇത് നിയമപ്പെടണോ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ പ്രോസിക്യൂഷനിന്റെ കോൺസ്പിറസി പാർട്ട്, ഗൂഢാലോചന പാർട്ട് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളിടത്താണ് ദിലീപ് അടക്കമുള്ളവർ കുറ്റവിമുക്തരായി പുറത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. വരും അഭിലാഷ് എന്താണ് പ്രോസിക്യൂഷന്റെ കാര്യത്തിൽ പറയുന്നത്? സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അടക്കമുള്ള പ്രതികരണം കിട്ടിയിട്ടുണ്ടോ? വിജയ കുറച്ചുകൂടി അടക്കമായി നമ്മൾ സംസാരിച്ചു. അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിച്ചില്ല. വിജയ അപ്രതീക്ഷിതം എന്ന ഒരു പ്രതികരണം തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം ഉണ്ടാകുന്നത്. പക്ഷേ അപ്പീൽ പോകും എന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിധി പകർപ്പ് ലഭിക്കണം. അതിനുശേഷം എന്താണ് സംഭവിച്ചതിനടക്കം കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം തങ്ങൾ അപ്പീൽ പോകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് പ്രതികരണത്തിൽ വിജീഷ് അഭിഭാഷകൻ കൂടി നമ്മുടെ ഗൂഢാലോചന പാർട്ട് തളിക്കാൻ കഴിയില്ല. ഈ കുറ്റകൃത്യത്തിന്റെ ആദ്യ ഭാഗം, അതായത് അന്വേഷണ സംഘം നടത്തിയ ആദ്യ ഭാഗം കോടതി ശരിവെക്കുന്നു. രണ്ടാം ഭാഗത്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇത് ആർക്ക് വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത്, ഇതിന്റെ ഒരു ഗൂഢാലോചന പാർട്ട് വന്നത്, അത് കോടതി നിരാകരിച്ചു. യെസ്, ഈ കേസില് എല്ലാ പ്രതികളെയും വെറുതെ വിടേണ്ട കേസാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ അങ്ങനെ ഒരു ലീഗൽ ഡിഫൻസ് ആണ് കോടതിയിൽ അവതരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതികളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നുള്ള ഈ ട്രയലിൽ, ലോകത്തിലെ ക്രിമിനൽ ട്രയലിന്റെ ചരിത്രത്തിൽ പ്രതികളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 20(3) വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗൽ ഡിഫൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫൻസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ തന്നെ പ്രതി അടക്കമുള്ളവർക്ക് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ. കുറ്റക്കാരാണെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കേസിന്റെ ഗൂഢാലോചന അതിലേക്ക് കടന്നാൽ എന്താണ് പ്രോസിക്യൂഷൻ ഗൂഢാലോചന പ്രൂവ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു എവിഡൻസും പ്രോസിക്യൂഷന്റെ കയ്യിലില്ല. ഇത് സിനിമ ലോബി, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സിനിമ ലോബിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദിലീപിനെതിരെ ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് X5 മഞ്ജു വാര്യരാണ് ആദ്യം പറയുന്നത് ഗൂഢാലോചന. അതിനുശേഷം 4 മാസം കഴിഞ്ഞിട്ടാണ്, ഈ സംഭവത്തിന് ശേഷം 4 മാസം കഴിഞ്ഞിട്ടാണ് ദിലീപിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസിന് മഞ്ജു വാര്യർ കൊടുക്കുന്നത്. അതിനുശേഷമാണ് വിട്ടു കൊടുക്കുന്നത്. അതിൽ തന്നെ വ്യക്തമാണല്ലോ. അതായത് ഒരു കേസില് അതുപോലെ തന്നെ പൾസർ സുനിയുമായി കണക്ട് ചെയ്യാൻ പോലീസ് സ്വീകരിച്ച അസാൻമാർഗിക മാർഗങ്ങൾ എന്തെല്ലാം അവർ പോലീസ് സ്വീകരിച്ചു. ഏറ്റവും അവസാനം നിങ്ങളൊന്ന് ആലോചിച്ചു, ദിലീപിനെ പോലെ ഒരു നടൻ, ഒരു മഹാനടൻ എന്ന് തന്നെ ഞാൻ പറയും, ആ നടൻ പോലീസ് ഓഫീസർ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിട്ടു എന്നുള്ളത് തന്നെ ഈ പോലീസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നതാണ്.
ശേഷം നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. പോലീസ് നടത്തിയ ഒരു ഗൂഢാലോചന എന്ന രീതിയിലേക്ക് ദിലീപിനെ മാറ്റുന്നു. തന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ നടത്തിയ പരാമർശം, അതിനുശേഷമാണ് ഈ ഗൂഢാലോചന പാട്ടിലേക്ക് പോലീസ് കടക്കുന്നത്. തന്നെ കൊടുക്കാൻ ശ്രമിച്ചു ഒരു ആക്ഷേപം ദിലീപ് ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വരുന്ന ആളുകൾ അടക്കം ഈ കേസിൽ ഒരു നിർണായക ചർച്ചയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. ശ്രീ സുരേഷ് കുമാർ നമുക്കൊപ്പം ഉണ്ട്. ശ്രീ സുരേഷ് കുമാർ, ഈ കോടതി വിധിയെ എങ്ങനെ കാണും? സത്യം